ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 57 മണ്ഡലങ്ങൾ ജനവിധി തേടുന്ന അവസാന ഘട്ടത്തിൽ പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. അതേസമയം പഞ്ചാബിലടക്കം കർഷക സമരം ശക്തമാകുന്നത് ബിജെപിക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത 7 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഒരു അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 904 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം നരേന്ദ്രമോദി മത്സരിക്കുന്ന യുപിയിലെ വാരണാസി തന്നെയാണ്. അതുകൂടാതെ ഉത്തർപ്രദേശിൽ 13 സീറ്റുകളിലേക്കും പഞ്ചാബിൽ ഒറ്റഘട്ടമായി 13 സീറ്റിലും ബീഹാർ 8, ബംഗാൾ 9, ജാർഖണ്ഡ് 3, ഹിമാചൽ 4 എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലും അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലും ഈ ജൂൺ 1-നാണ് വോട്ടെടുപ്പ്. നാളെ എന്തായാലും ഇതിൻ്റെ പരസ്യ പ്രചാരണം സമാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടെല്ലാം തന്നെയും ഈ മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും എല്ലാം തന്നെയും വിവിധ ഇടങ്ങളിൽ പ്രചാരണം നടത്തി വരികയായിരുന്നു. ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 3 ദിവസമായി പഞ്ചാബിലെ വിവിധ ഇടങ്ങളിൽ പ്രചരണം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധി പഞ്ചാബിലെ പാട്യാലയിലും അതോടൊപ്പം തന്നെ ലുധിയാനയിലും പ്രചാരണത്തിലാണ്. വരും ദിവസങ്ങളിൽ ഈ പ്രചാരണം നാളെയും ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഈ വളരെ ശക്തമായ പ്രചരണം നാളെ വൈകിട്ടോടെ സമാപിക്കുകയാണ്. ജൂൺ 1-നാണ് വോട്ടെടുപ്പ് ഈ അവസാന ഘട്ടം നടക്കുക. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയാണ്. അതുകൂടാതെ ബംഗാളിൽ തൃണമൂലും അതോടൊപ്പം തന്നെ BJPയും അടക്കം CPIയും ഈ 3 പേരും അത്തരത്തിലൊരു ത്രികോണ മത്സരമാണ് ബംഗാളിൽ ഈ 9 മണ്ഡലങ്ങൾക്ക് നടക്കാൻ പോകുന്നത്. അതുകൂടാതെ ഹിമാചലിലേക്ക് പോയാൽ ഹിമാചലിൽ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ബോളിവുഡ് നടി കങ്കണ റണാവത്ത് മത്സരിക്കുന്ന മണ്ഡി മണ്ഡലമാണ്. അങ്ങനെ നിരവധി VIP-കളുള്ള മണ്ഡലം കൂടിയാണ് ഈ ഒരു 7ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. എന്തായാലും വളരെ വലിയ വിപുലമായ പ്രചരണമായിരുന്നു നടത്തിയിരുന്നത്. കഴിഞ്ഞ 6ാം ഘട്ടത്തിലായിരുന്നു ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ആ ഒരു വലിയ ആശങ്ക BJPക്കുണ്ട്. ഈ തവണയും BJPയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും എല്ലാം നിലയും വർഗീയ പ്രചരണവും വിദ്വേഷ പ്രസംഗവുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായത്. എന്തായാലും നാളെ പരസ്യ പ്രചരണം സമാപിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അതേസമയം തന്നെ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 31-ാം തീയതിയും 1-ാം തീയതിയുമായി ധ്യാനത്തിൽ ഇരിക്കുകയും ചെയ്യും. അത്തരത്തിലെല്ലാം തന്നെയും ചില രാഷ്ട്രീയമായ ഗിമ്മിക്സുകളും നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും നാളെ ഈ ഒരു അവസാന വട്ട വോട്ടെടുപ്പിൻ്റെ പ്രചരണം സമാപിക്കുകയാണ്. അസിത. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.